ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് സ്മൂത്തിയാണ്. ഇതിൽ അടങ്ങിയിട്ടുള്ള ഓട്സിലായാലും അതുപോലെ പഴത്തിലായാലും ഒരുപാട് ഹെൽത്തി ആയിട്ടുള്ള ഫൈബർ അടങ്ങിയിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇന്ന് അത്തരത്തിലുള്ള ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഞാൻ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. ഒരുപാട് ഫൈബറും അതുപോലെ പോഷകങ്ങളും ഒക്കെ അടങ്ങിയിട്ടുള്ള ഓട്സ് ബനാന സ്മൂത്തിയാണ് അതിനായിട്ട് ഇത് പരിചയപ്പെടാനായിട്ട് പോകുന്നത്. ഒരുപാട് ഫൈബറൊക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ കുടലിൻ്റെ ആരോഗ്യത്തിനൊക്കെ വളരെ നല്ലതാണിത്. അതുപോലെ തന്നെ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സും ഈ ഒരു സ്മൂത്തിക്കുണ്ട്. എങ്ങനെയാണ് ഈ ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് സ്മൂത്തി തയ്യാറാക്കുക എന്ന് നോക്കാം. ഈ ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് സ്മൂത്തി തയ്യാറാക്കാനായിട്ട് പഴം, 2 സ്പൂണോളം ഓട്സ്, ഇനി നമുക്ക് വേണ്ടത് ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ടയാണ്. ഇതിൽ നിന്ന് ഒരു കഷ്ണം മാത്രമാണ് എടുക്കുന്നുള്ളൂ. ഇനി വേണ്ടത് പാലാണ്. ബദാം മിൽക്ക് എടുക്കുന്നതാണ് ഏറ്റവും ഉത്തമം. ആദ്യം നമുക്ക് പഴം അരിഞ്ഞെടുക്കാം. ഈ പഴത്തിൽ ധാരാളം വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട്. മാത്രമല്ല മാംഗനീസും അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ചർമ്മത്തിന് വളരെ നല്ലതാണ്. അതുപോലെ നമ്മുടെ പ്രതിരോധ ശേഷിക്കും പഴം വളരെ നല്ലതാണ്. ദഹനം എളുപ്പമാകാനും ഈ പഴം സഹായിക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു 4 പഴമാണ് എടുക്കാനായിട്ട് പോകുന്നത്. പഴം നല്ല എനർജി തരാനും സഹായിക്കും. അപ്പോൾ പഴം നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട്. 4 പഴമാണ് എടുത്തിട്ടുള്ളത്. ഇനി തയ്യാറാക്കാൻ തുടങ്ങാം. അപ്പോൾ നമുക്ക് മിക്സിയിലിട്ട് ഇതെല്ലാം അരച്ചെടുക്കണം. അതിനായിട്ട് ഞാനൊരു 2 സ്പൂണോളം ഓട്സ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ധാരാളം ആൻറ്റി ഓക്സിഡൻസും ഫൈബറും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒന്നാണ് ഓട്സ്. ഈ ഓട്സ് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല ഫുള്ളായിട്ട്, അതായത് വയറ് നിറഞ്ഞതായിട്ട് തോന്നും. ഓട്സ് നമ്മുടെ വെയിറ്റ് ലോസിനൊക്കെ സഹായിക്കുന്ന ഒന്നാണ്. അതുപോലെ തന്നെ സ്കിൻ ഇച്ചിങ്, ഇറിറ്റേഷൻ തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെ കുറയ്ക്കാനും അതുപോലെ നമുക്ക് നല്ല രീതിയിലുള്ള ദഹനം നടക്കാനും ഒക്കെ ഓട്സ് സഹായിക്കും. അപ്പോൾ ഓട്സ് 2 ടേബിൾ സ്പൂൺ ഓട്സ് ആണ് ഇട്ടിട്ടുള്ളത്. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള പഴം മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ട കൂടെ ഇട്ട് കൊടുക്കാം. ഈ കറുവപ്പട്ട ഇടുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ആൻറ്റി വൈറൽ, ആൻറ്റി ബാക്ടീരിയൽ, ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടീസ് ഉണ്ട്. നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ്. അതുപോലെ ആൻറ്റി ഓക്സിഡൻസും ഒക്കെ ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. ഡൈജഷൻ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളൊക്കെ കുറയ്ക്കാനായിട്ട് കറുവപ്പട്ട സഹായിക്കും. കറുവപ്പട്ട ചേർത്തതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് പാലാണ്. അപ്പോൾ ഞാനിത് അരയാൻ ആവശ്യമായിട്ടുള്ള പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല സ്മൂത്തി കൺസിസ്റ്റൻസിയിൽ നമുക്കിനി ഇത് നന്നായിട്ട് അരച്ചെടുക്കാം. എല്ലാം നന്നായിട്ട് മിക്സായി കിട്ടുന്നവരെ അരയ്ക്കുക. അപ്പോൾ നമ്മുടെ സ്മൂത്തി, അതായത് ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് സ്മൂത്തി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് സ്മൂത്തിയാണ്. ഇതിൽ അടങ്ങിയിട്ടുള്ള ഓട്സിലായാലും അതുപോലെ പഴത്തിലായാലും ഒരുപാട് ഹെൽത്തി ആയിട്ടുള്ള ഫൈബർ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ബൗൾ മൂവ്മെന്റ് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഇത് സഹായിക്കും. അതുപോലെ നമ്മുടെ വയറെപ്പോഴും ഫുള്ളായിട്ട് ഇരിക്കുന്നതിനായിട്ട് ഇത് സഹായിക്കും. അങ്ങനെ നമ്മുടെ വിശപ്പ് കുറയാനും അങ്ങനെ വെയിറ്റ് ലോസിനും ഒക്കെ ഇത് സഹായിക്കുന്നുണ്ട്. മാത്രമല്ല ഇത് നല്ല ഒരു ഹെൽത്തി ആയിട്ടുള്ള ചോയ്സ് കൂടിയാണ്. നല്ല ഉറക്കം കിട്ടാനായിട്ട് ഇതിൽ അടങ്ങിയിട്ടുള്ള പഴമൊക്കെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളും ഇതുപോലെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഒരു സ്മൂത്തി തയ്യാറാക്കി കഴിച്ചു നോക്കുക. ബ്രേക്ക്ഫാസ്റ്റിന് പറ്റിയ വളരെ നല്ല ഒരു ഓപ്ഷനാണിത്. വളരെ ഹെൽത്തിയാണ്, അതുപോലെ വളരെ ടേസ്റ്റിയുമാണ്. അപ്പോൾ എന്തെല്ലാം ഗുണങ്ങളാണ് ഈ സ്മൂത്തിക്കുള്ളതെന്ന് മനസ്സിലായില്ലേ? നിങ്ങളും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.